ആരുമായിട്ടാ ചർച്ചയ്ക്ക് ഇരിക്കേണ്ട? നിങ്ങൾ പറ. തലയെടുക്കുമെന്ന് പറഞ്ഞ, കാലെടുക്കുമെന്ന് പറഞ്ഞ, കവർ ഒരുക്കുമെന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചയ്ക്ക് ഇരിക്കണോ? അതിലും ഭേദം തല പോകുന്നതല്ലേ. ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും, ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും. ഞങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കോംപ്രമൈസ് ഈ വിഷയത്തിലില്ല. ഈ വിഷയത്തിൽ നിന്നല്ല, സംഘപരിവാറുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു വിഷയത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസിനോ ഒരു കൺസെൻസസിനോ ഇല്ല. ഇരിക്കാൻ തയ്യാറല്ല നിങ്ങൾ. അതിനകത്തൊന്നും തർക്കമില്ലാത്ത നിലപാടുകളാണ്. ഞങ്ങൾ അവരുമായിട്ട് ഇരിക്കാൻ തയ്യാറല്ല. ഈ നാട്ടിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളിതുവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ലാതെ ഇന്നത്തെ ദിവസം വരെ ഇത്രയും പറഞ്ഞില്ലേ? എനിക്ക് കവർ ഒരുക്കുമെന്നും തല കൊയ്യുമെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചിപ്പുറത്തുനിന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവുകയില്ല. കാരണം ഞങ്ങൾക്കറിയാം, പ്രകോപനമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംവദിക്കാൻ ഞങ്ങൾക്ക് നല്ല ആർജവമുണ്ട്, ബോധ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കൊലക്കേസ് പ്രതി, ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഗതികേടിന് എന്ത് പേരിട്ട് വിളിക്കണം? എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഈ കൊലവിളി പ്രസംഗമൊക്കെ നടത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭയമായിരിക്കണം, അല്ലെങ്കിൽ അനുകമ്പയായിരിക്കണം. അതേതാണെന്ന് പോലീസ് തീരുമാനിക്കട്ടെ. സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ, സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോ എന്ന് അവർ തീരുമാനിച്ചോട്ടെ. അത് ആ ചോയ്സ് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നത്. അതിനകത്ത് ഞാനൊരു ജഡ്ജ്മെന്റലാകുന്നില്ല. അതിലേതാന്ന് അവർ പറഞ്ഞാൽ മതി. അതല്ലാതെ വേറെ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെതിരെ ഞാൻ പറഞ്ഞത് എനിക്കെതിരെ കേസെടുത്തല്ലോ. എനിക്കെതിരെ കേസെടുത്തതിനകത്ത് എനിക്ക് തർക്കവുമില്ല. സ്വാഭാവികമായിട്ടൊരു സമരത്തിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ കഴിയുമോ ആ വകുപ്പുകളെല്ലാം പ്രകാരം എനിക്കെതിരെ കേസെടുത്തോട്ടെ. ജയിലിലടക്കണോ? ജയിലിലടച്ചോട്ടെ. പക്ഷേ ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ ജനം എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. എന്താ നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.